പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 15. സ്വപ്നജീവിയായിട്ടിരിക്കാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ? ചോദ്യം തമാശയോടെയാണെങ്കിലും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മുകുന്ദേട്ടൻ്റെ മുഖഭാവം ഗൗരവത്തിൽ തന്നെയായിരുന്നുവെന്ന് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. മറുപടിക്കായി ഞാൻ വാതുറന്നില്ല. പകരം ആളിൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് പാളി നോക്കി. ഏട്ടൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ദേഷ്യം കത്തിയിരുന്നുണ്ടായിരുന്നെങ്കിലും എന്നോടുള്ള സംസാരത്തിൽ ശാന്തതയാണ് ഭാവം. അടുത്തായി ഞാനെന്നൊരാൾ ഇരിക്കുന്നുണ്ടെന്ന് പോലും നോക്കാതെ മുന്നോട്ടേക്ക് നോക്കി വണ്ടി ഓടിക്കുകയാണ്. ആരേലും മുന്നിൽ വന്ന് നിന്നോണ്ട് ഇഷ്ടമില്ലാത്തത് ചെയ്താലോ പറഞ്ഞാലോ നിനക്ക് പ്രതികരിക്കാൻ അറിയില്ലേ? വീണ്ടും ചോദ്യം കേട്ട് മുകുന്ദേട്ടൻ എന്നെ നേരിട്ട്. എന്നോട് വാ തുറന്ന് ഒരു വട്ടം പോലും മിണ്ടാത്തയാൾ നിനക്ക് എന്ന് സംബോധന ചെയ്തതുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു. ഇതിനുള്ള മറുപടി എന്താണ് നൽകേണ്ടതെന്നറിയാതെ ഞാൻ പിന്നെയും നിശബ്ദയായി. ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. പ്രതികരിക്കേണ്ടിടത്ത് പെൺകുട്ടികൾ പ്രതികരിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇന്നത്തെ സംഭവത്തിൽ ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു. വായ തുറന്ന് തിരിച്ചെന്തെങ്കിലും പറയുവാനോ ആ ഗുണ്ടകളോട് എതിരിടുവാനോ ഉള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ കുറച്ച് ബോൾഡ് ആവേണ്ടതുണ്ട്. എങ്കിലേ ഇവന്മാരെ പോലെയുള്ളവർ ഒരു പാഠം പഠിക്കും. ഇന്നിപ്പോൾ ഞാൻ വന്നിരുന്നെങ്കിൽ കാണായിരുന്നു. മുകുന്ദേട്ടൻ്റെ ശബ്ദത്തിൽ ഇത്തവണ ഒരു ദേഷ്യഭാവം നിറഞ്ഞിരുന്നു. അത് മനസ്സിലായതും എൻ്റെ ശരീരം തളർന്നു തുടങ്ങി. കുറേ ഗുണ്ടകൾക്ക് മുന്നിലേ ഞാൻ തനിയെ നിന്നു എന്തു ചെയ്യാനാണ്? കുറേ പേര് കാണികളായി ചുറ്റും കൂടി നിൽപ്പുണ്ടായിരുന്നല്ലോ. ഒറ്റ ഒരാൾ പോലും എനിക്കായി ഇന്നവിടെ ശബ്ദമുയർത്തിയില്ലല്ലോ. ഉള്ളിലുള്ള സങ്കടവും ഏട്ടനോടുള്ള പരിഭവവും അങ്ങനെയാണ് എന്നിൽ നിന്നും പുറത്തേക്ക് തെറിച്ചത്. എനിക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും ഒരുപോലെ വന്നു. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ എനിക്ക് വേണ്ടി എന്തിനാണ് ആ ഗുണ്ടകളോട് അടിപിടി ഉണ്ടാക്കേണ്ടത്? അതിന് ഞാൻ മുകുന്ദേട്ടൻ്റെ ആരുമല്ലല്ലോ. ഏട്ടന് ഞാൻ വെറും ഒരു അയൽവക്കക്കാരിയോ ചേച്ചിയുടെ നാക്കുത്തൂനോ ഒക്കെയാണ്. കണ്ണിലൊരു തടാകം രൂപം കൊള്ളുവാൻ തുടങ്ങിയപ്പോഴേക്കും പൊടുന്നനെ ഞാൻ വിൻഡോയിൽ കൂടി പുറത്തേക്ക് നോക്കിയിരുന്നു. വണ്ടി മുന്നോട്ടേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ പതിയെ ഇഴഞ്ഞ് നീങ്ങുന്നതിനനുസരിച്ച് ഞങ്ങൾക്കിടയിലുള്ള മൗനത്തിനും കനം വെച്ച് തുടങ്ങി. പൊടുന്നനെയാണ് സ്റ്റീരിയോയിൽ നിന്നും ആ പാട്ട് എൻ്റെ കാതിൽ വന്നു പതിച്ചത്. മനസ്സിൻ്റെ തുടിപ്പറഞ്ഞതുപോലെ കണ്ണുകളൊന്ന് പിടഞ്ഞുവെങ്കിലും മനഃപൂർവ്വം ഞാൻ മുകുന്ദേട്ടൻ്റെ നേരെ നോക്കുവാനായി പോയില്ല. അതിന് കാരണം രാവിലത്തെ എൻ്റെ കാറിനുള്ളിൽ ഇരുന്നുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഞാനൊരു സ്വപ്നജീവിയാണെന്നാണ് ആളിൻ്റെ പൊതുവെയുള്ള വിചാരം. പാട്ടിൻ്റെ വരികൾ എനിക്ക് പകരം എന്നതുപോലെ ഗായിക മനോഹരമായി പാടുന്നുണ്ട്. ഞാനതിൽ ലയിച്ചുകൊണ്ട് പതിയെ സീറ്റിലേക്ക് തല ചേർത്ത് വെച്ച് ചാരിയിരുന്നു. മനസ്സ് പതിവ് പോലെ എൻ്റെ അനുവാദമില്ലാതെ തന്നെ സ്വപ്നലോകത്തേക്ക് ചേക്കേറി. എന്നാൽ നിനക്കായി മാത്രം ഉരുവാകുന്ന പ്രണയത്തെ നീ എന്തേ കാണാതെ പോകുന്നുവെന്ന് മുകുന്ദേട്ടനോട് ഉറക്കെ ചോദിക്കുവാൻ എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. ഇനിയും എത്ര നാൾ നിനക്ക് വേണ്ടി ഞാൻ നോമ്പു നോറ്റ് കാത്തിരിക്കണമെന്ന് പുലമ്പിക്കൊണ്ട് ആ നെഞ്ചോരം ചാരിയിരിക്കുവാൻ എനിക്കപ്പോൾ കൊതി തോന്നിപ്പോയി. സ്റ്റീരിയോയിൽ കൂടി കേൾക്കുന്ന പാട്ടിൻ്റെ അവസാന വരികൾ കൂടി കേട്ടപ്പോഴേക്കും എൻ്റെ ഹൃദയത്തെ ഇനിയും പിടിച്ചുകെട്ടി നിർത്തുവാൻ എനിക്കായില്ല. പിടപ്പോടെ അതിലുപരി നാണത്തോടെ ഞാൻ പൊടുന്നനെ മുകുന്ദേട്ടൻ്റെ വശത്തേക്ക് പാളി നോക്കി. അതേ നിമിഷം തന്നെ ഏട്ടനും എൻ്റെ നേർക്ക് എന്തിനു വേണ്ടി നോട്ടം അയച്ചു. ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ ഏട്ടൻ്റെ മിഴികളെ കുതിർത്തി വലിച്ചു. അവയിൽ ഞാൻ പ്രണയത്തെ തിരഞ്ഞു. എവിടെയെങ്കിലും ഇത്തിരിയെങ്കിലും എനിക്കായി കാത്തുവച്ച പ്രണയമുണ്ടോ? പക്ഷെ നിരാശയായിരുന്നു ഫലം. ഇനിയും ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന ഞാൻ എന്നെ തന്നെ സ്വയം മറക്കുന്നു പോകുമോ എന്ന ഭയം തോന്നി തുടങ്ങി. എൻ്റെ ഉൾഭയ ഈശ്വരൻ അറിയാവുന്നത് കൊണ്ടായിരിക്കും ഏട്ടനെ കൊണ്ട് എൻ്റെ നേർക്കുള്ള നോട്ടം പൊടുന്നനെ മാറ്റിപ്പിച്ചത്. ഹോ, ആശ്വാസം. നെഞ്ചിന് മുകളിൽ കൈവച്ചുകൊണ്ട് ഞാൻ എൻ്റെ നെടുവീർപ്പിനെ അടക്കി പിടിച്ചു. ശേഷം പഴയതുപോലെ തന്നെ ഗ്ലാസിന് പുറത്തുള്ള ലോകത്തിലേക്ക് ഞാൻ മിഴികൾ നട്ടു. പക്ഷെ അപ്പോഴും പിണക്കമാണോ എന്നുള്ള ഗാനം എൻ്റെ നെഞ്ചിനെയും തലച്ചോറിനെയും ഒരുപോലെ അടിമപ്പെടുത്തിയിരുന്നു. പാട്ടിൽ ലയിച്ച് ഞാൻ പതിയെ സീറ്റിലേക്ക് കടന്നു. ആ കിടപ്പ് അവസാനിച്ചത് മുകുന്ദേട്ടൻ്റെ വണ്ടി എൻ്റെ വീടിൻ്റെ ഗേറ്റും കഴിഞ്ഞ് സിറ്റൗട്ടിന് മുൻപിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ്. ഇനി എപ്പോഴാണ് എൻ്റെ മുഖം ഏട്ടനെ എനിക്ക് കാണാൻ പറ്റുന്നേ? ഈ കരുതലും സാമീപ്യവും എനിക്കിനി അനുഭവിക്കണമെങ്കിൽ നാളെ രാവിലെ വരെ ഞാൻ കാത്തിരിക്കേണ്ടതില്ലേ? പൊടുന്നനെ ആ ചിന്ത ഓർമ്മയിൽ വന്നതും അതുവരെ ശരീരത്തെയും മനസ്സിനെയും പൊതിഞ്ഞു നിന്നിരുന്ന ഒരു സന്തോഷം എന്നെ വിട്ടുപോകുന്നത് ഞാൻ അറിഞ്ഞു. ആ സങ്കടം
ഉള്ളിൽ കടന്ന് തികട്ടിയതുകൊണ്ടാവണം. ആളോട് നന്ദി പറയാനോ യാത്ര രേഖപ്പെടുത്താനോ എനിക്കപ്പോൾ തോന്നിയില്ല എന്ന് വേണം പറയാൻ. ഒരു നോട്ടം പോലും നൽകാതെ കാറിൻ്റെ ഡോർ തുറന്ന് ഞാൻ പുറത്തേക്കിറങ്ങി. ശേഷം നേരെ ഉമ്മറത്തേക്ക് പടികൾ കയറി. ആഹാ, മോളെത്തിയോ? ഇന്ന് താമസിച്ചല്ലോ കുട്ടിയെ. അപ്പോഴാണ് ഉണ്ണിയച്ച സോപാനപ്പാടിയിൽ ഇരുന്നുകൊണ്ട് എന്നെ തന്നെ വാത്സല്യത്തോടെ നോക്കുന്ന ഞാൻ ശ്രദ്ധിച്ചത്. തൊട്ടരികിലായി എൻ്റെ പിതാശ്രീ ഇരിപ്പുണ്ട്. താമസിച്ചു പോയി. ഒരു മങ്ങിയ ചിരി നൽകിക്കൊണ്ട് അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് കാറിൻ്റെ ഡോർ അടയുന്ന ശബ്ദം ഞാൻ വീണ്ടും കേട്ടത്. ഒട്ടൊരാകാംക്ഷയോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു മുകുന്ദേട്ടൻ വണ്ടി ലോക്ക് ചെയ്തിട്ട് പടികൾ കയറി ഉമ്മറത്തേക്ക് വരുന്നത്. ഇങ്ങനെ വിളിക്കാതെ വീട്ടിലേക്ക് വരുന്നത് പതിവില്ലല്ലോ. സാധാരണ എന്തിനു വേണ്ടിയാണെങ്കിലും വീട്ടിലേക്ക് വന്ന ഒടുക്കത്തെ ജാടയിട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണല്ലോ ആളിൻ്റെ രീതി. സംശയം തോന്നിയെങ്കിലും അതിനെക്കുറിച്ച് ഇരുത്തി ചിന്തിക്കുവാൻ എനിക്ക് തോന്നിയില്ല. ആളിനെ ഒന്ന് ഒളി കണ്ടാൽ നോക്കിയിട്ട് തിരിഞ്ഞ് ഹാളിലേക്ക് തന്നെ നടന്നു. എന്തോ ഏട്ടൻ്റെ മുൻപിൽ പോയി നിൽക്കുവാൻ എനിക്ക് വല്ലാത്ത നാണം തോന്നി. ഏട്ടത്തി, ചായ. കയ്യിലിരുന്ന ബാഗ് ഹാളിലെ സെറ്റിയിലേക്ക് ഇട്ടിട്ട് അടുക്കളയുടെ നേർക്ക് കാലുകൾ നീക്കി. അയറും വയറ് തിരുമ്മിക്കൊണ്ട്. എന്തോ വല്ലാതെ വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നപ്പോൾ. ആഹാ, നീ എത്തിയോ? എന്നിട്ട് അവനെന്തിയെ? വന്നതവനിൽ തന്നെ തിരിച്ചു പോയോ? നനഞ്ഞ മുടി തോർത്തിൽ ചുറ്റിക്കൊണ്ട് മുറ്റത്തു നിന്നും അടുക്കളവാതിലൂടെ അങ്ങോട്ടേക്ക് കയറി വന്ന ദീപേടത്തിയെ ഞാനൊന്ന് കൂർപ്പിച്ചു നോക്കി. പുറത്തെ ബാത്റൂമിൽ കുളി കഴിഞ്ഞിട്ട് ഇപ്പോൾ കയറി വന്നതാവണം. ഒരു നൈറ്റിയാണ് ആളിൻ്റെ വേഷം. മുഖത്തും കഴുത്തിലുമൊക്കെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഏട്ടത്തിയുടെ അനിയൻ പോയോ ഇല്ലയോ എന്നൊക്കെ ഏട്ടത്തി തന്നെ നോക്കിയാൽ മതി. അതും പറഞ്ഞുകൊണ്ട് പാതകത്തിൽ മൂടി വെച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളുടെയും മൂടി ഞാൻ തുറന്നു നോക്കി. അപ്പോഴും എൻ്റെ ചൊടികളിൽ മുകുന്ദേട്ടന് വേണ്ടിയുള്ളൊരു ചിരിയുണ്ടായിരുന്നു. ഇന്നെന്തു പറ്റി? എൻ്റെ പെണ്ണിൻ്റെ മുഖത്തിനൊരു വാട്ടം. എന്തേ, എൻ്റെ അനിയൻ വല്ലതും നിന്നെ പറഞ്ഞോ? ഏട്ടത്തി അത് ചോദിച്ച് നാവ് ഉള്ളിലേക്കിട്ടതും കോളേജിൽ നടന്ന കാര്യങ്ങൾ പറയുവാനായി ഞാൻ വായ തുറന്നു. പക്ഷെ അകത്തേക്ക് കയറി വന്ന എൻ്റെ അമ്മയെ കണ്ടപ്പോഴേക്കും ഞാൻ എൻ്റെ മൗനത്തെ കൂട്ടുപിടിച്ചു. വന്ന കാലിൽ നിൽക്കാതെ പോയി കുളിച്ചേച്ച് വാ പ്രിയേ, ഞാൻ നിനക്ക് കഴിക്കാനുള്ളത് എടുത്തു വയ്ക്കാം. ഞാൻ മിണ്ടാതെ നിൽക്കുവാനുള്ള കാരണം മനസ്സിലായതും ഏട്ടത്തി പൊടുന്നതിനെ വിഷയം മാറ്റി. അല്ലെങ്കിൽ കോളേജിൽ പോയി ക്ഷീണിച്ച് വന്ന മകളെ പിടിച്ചു നിർത്തി സംസാരിച്ചു എന്ന പേരുദോഷം കൂടി എൻ്റെ ഏട്ടത്തിയുടെ തലയിലേക്ക് എടുത്തി പോലെ വീഴും. ഒന്ന് മൂളിക്കൊണ്ട് നേരെ എൻ്റെ മുറിയിലേക്ക് നടന്നു. പടികൾ കയറി മുറിയിലേക്ക് നടക്കുന്നതിനിടയിലും ഞാനൊന്ന് സിറ്റൗട്ടിലേക്ക് പാളി നോക്കി. പക്ഷെ മുകുന്ദേട്ടൻ ഇരിക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മുറിയിൽ ചെന്ന് ഇട്ട് മാറുവാനുള്ള തുണി എടുത്തുകൊണ്ട് നേരെ കുളിമുറിയിലേക്കാണ് കയറിയത്. അപ്പോഴും കോളേജിൽ നടന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിനെ മതിക്കുന്നുണ്ടായിരുന്നു. വല്ലാത്ത ഒരസ്വസ്ഥത. ഇപ്പോഴും കൺമുൻപിൽ തെളിയുന്നത് എൻ്റെ ഷോള് വലിച്ചു പറിച്ച് എന്നെ താക്കീത് ചെയ്ത ആ തടിയനായ ഗുണ്ടിയുടെ മുഖമാണ്. ആളിനി എന്നോട് വല്ല പ്രതികാരത്തിനും വരുമോ? അന്നൊരുപത്തെ രക്ഷിക്കാൻ ആരും കാണില്ലായിരിക്കും. സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്നെ ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ? ചിന്തകൾ കാട് കയറി തലച്ചൂടാവാൻ തുടങ്ങിയപ്പോൾ ഷവർ തുറന്ന് അതിന് കീഴിലേക്കായി ചെന്ന് നിന്നു. തണുത്ത വെള്ളം തലയിൽ വീണപ്പോൾ വല്ലാത്തൊരു സുഖം തോന്നി. നെറുക തണുക്കെ വെള്ളം ഒഴിച്ച് കുളിയും കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ നല്ല ആശ്വാസം കിട്ടി. നനഞ്ഞ മുടി കോതിക്കെട്ടി പിന്നിലേക്ക് വെച്ച് ഒരു കുഞ്ഞു പൊട്ടും കുത്തി ഞാൻ ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വാ മോളെ, വന്നിരിക്കെ, ചായ കുടിക്കാം. പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നപ്പോഴേ കണ്ടു ഡൈനിങ് ടേബിളിലിരുന്ന് ചായയും പലഹാരങ്ങളും കഴിക്കുന്ന ഉണ്ണിയച്ഛനെയും മുകുന്ദേട്ടനെയും. അടുത്തായി എൻ്റെ അച്ഛനെ ഇരിപ്പുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടുന്നത് വിളമ്പിക്കൊണ്ട് അടുത്തായി തന്നെ നിൽക്കുന്ന ദീപേട്ടത്തെയും. അമ്മയെ മാത്രമേ അവിടെയെങ്ങും കാണാൻ സാധിച്ചില്ല. മുകുന്ദേട്ടനെയും വീട്ടുകാരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവിടുന്ന് മാറിയതാവാം. വാ മോളെ, വന്നിരിക്കെ, അച്ഛനും നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ നോട്ടം പോയത് കുനിഞ്ഞിരുന്നു കൊണ്ട് പാത്രത്തിലെ ഇലയട ആസ്വദിച്ച് കഴിക്കുന്ന മുകുന്ദേട്ടന് നേരെയായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചു കഴിഞ്ഞോളാം അച്ഛേ. എന്തോ ഏട്ടൻ്റെ മുൻപിലിരുന്ന് കഴിക്കുവാൻ എനിക്ക് ചെല്ലാത്ത ചമ്മൽ തോന്നി. ഏട്ടത്തിയെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പതിയെ അടുക്കളയിലേക്ക് വലിഞ്ഞു. ഇഡലിപ്പാത്രത്തിൽ നിന്ന് 2 ചൂടട എൻ്റെ ചെറിയ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ട് അവിടെ കിടന്ന സ്റ്റൂളിലേക്കായി ഞാനിരുന്നു. അട പൊതിഞ്ഞിരുന്ന വാഴയിൽ അടർത്ത് മാറ്റി വെച്ചിട്ട് ഒരു കഷ്ണം പൊട്ടിച്ച് ഞാൻ വായിലേക്ക് നുണഞ്ഞു. വാവ്, ശർക്കരയുടെയും തേങ്ങയുടെയും മിശ്രിതത്തിന് ഏലക്കയുടെ സുഗന്ധം കൂടി കലർന്നപ്പോൾ വായിലെ ഉമിനീരിന് ഇരട്ടി മധുരം. അതിൻ്റെ കൂടെ വിശപ്പും കൂടി ആയപ്പോഴേക്കും അടയുടെ സ്വാദ് പിന്നെയും ഒന്നും കൂടി കൂടി.
കണ്ണുകളടച്ച് ഞാനത് ആസ്വദിച്ച് കഴിക്കാനായി തുടങ്ങി. ഒരു ചുവരിനപ്പുറമുള്ള ഡൈനിങ് റൂമിലിരുന്നു കൊണ്ട് അച്ഛനും ഉണ്ണിയച്ഛനും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നത് ഇപ്പുറത്തിരിക്കുന്ന എനിക്ക് നന്നായി കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു ചെവി അവിടേക്ക് തുറന്നു വെച്ചുകൊണ്ട് തന്നെ എൻ്റെ പണിയിലേക്ക് ഞാൻ ഊളിയിട്ടു. അപ്പോൾ എങ്ങനെയാ ഉണ്ണി, ഇത് നമുക്ക് ഉറപ്പിക്കാം എന്നാണോ നീ പറയുന്നേ? അച്ഛൻ ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. മുകുന്ദന് ഇതിലൊരു എതിരഭിപ്രായം ഇല്ല രാമ. അപ്പോൾ പിന്നെ ഈ ആലോചന അങ്ങ് നടത്തുന്നതല്ലേ ഇരു കൂട്ടർക്കും നല്ലത്. ഉണ്ണിയച്ഛൻ പറയുന്നത് കേട്ടപ്പോഴാണ് അവർ സംസാരിക്കുന്നത് മുകുന്ദേട്ടൻ്റെ കല്യാണക്കാരത്തെക്കുറിച്ചുള്ള ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി തന്നെ. എൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അകാരണമായ ദേഷ്യം പൊടുന്നനെ ഉണ്ടായി. അത്രയും നേരം വായിലൂറിയ മധുരം കയ്പ് ചുവയ്ക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. മുകുന്ദേട്ടൻ്റെ കല്യാണം നിശ്ചയിച്ചോ? ആൾക്കും ആ പെണ്ണിനെ ഇഷ്ടമായോ? പതിവിന് വിപരീതമായി സങ്കടത്തിന് പകരം എനിക്കപ്പോൾ തോന്നിയത് വാശിയായിരുന്നു. എനിക്ക് മാത്രം സ്വന്തമെന്ന് കരുതിയ ആൾ വേറെ ഒരുവൾക്ക് സ്വന്തമാവെന്നറിയുമ്പോൾ വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ലാത്ത എൻ്റെ പ്രണയിനിക്ക് തോന്നിയ വാശി. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ.